CBSE +2 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയേക്കും. വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് തീരുമാനമെന്ന് CBSE വൃത്തങ്ങൾ അറിയിച്ചു. CBSEയുടെ പ്രധാന വെബ്സൈറ്റിലെ ലിങ്ക് നിലവിൽ പ്രവർത്തനക്ഷമമല്ല. പകരം നൽകിയ ലിങ്കും പ്രവർത്തനരഹിതമാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ തുടങ്ങിയതായി CBSE അറിയിച്ചു. പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിശോധിക്കുമെന്നും CBSE വൃത്തങ്ങൾ വ്യക്തമാക്കി. വെബ്സൈറ്റിലെ തകരാറ് മൂലം CBSE +2 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയിരിക്കുകയാണ്. ഇത്തരത്തിൽ കുട്ടികളൊക്കെ വലിയ ആശങ്കയിലാണ്. പുനർമൂല്യനിർണ്ണയത്തിനായി സൈറ്റ് തുറക്കുമ്പോൾ സൈറ്റ് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സാങ്കേതിക പ്രശ്നം വലിയ രീതിയിൽ ഇത്തരത്തിൽ സൈറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീരുമാനമായി എന്നാണ് ഇപ്പോൾ CBSE വൃത്തങ്ങളൊക്കെ അറിയിക്കുന്നത്. CBSEയുടെ ഈ ഒരു പ്രധാന വെബ്സൈറ്റിലെ ലിങ്ക് നിലവിൽ പ്രവർത്തനക്ഷമമല്ല. അതുകൊണ്ട് തന്നെ മൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള തീയതിയൊക്കെ CBSE നീട്ടിയിട്ടുണ്ട്. പകരം നൽകിയ ലിങ്കും പ്രവർത്തനരഹിതമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് CBSE അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഇന്ന് തന്നെ പരിശോധിക്കുമെന്നുമൊക്കെ CBSE വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എല്ലാം ഇന്ന് തന്നെ പരിശോധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയേക്കും. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Canning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.